വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ചെറിയൊരു വ്ളോഗ് ചെയ്യാമെന്ന് കരുതി. ഞായറാഴ്ചയൊക്കെ അല്ലേ, അപ്പോൾ നമുക്കൊന്ന് അമ്പലത്തിൽ പോയാലോ? എന്നാൽ പിന്നെ നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കലൂർ ബസ് സ്റ്റാൻഡിലാട്ടോ എത്തിയിട്ടുള്ളത്. ഞായറാഴ്ച ആയതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഞങ്ങൾക്ക് കയറേണ്ട ബസ് വന്നു. ഞങ്ങൾ അതിലേക്ക് കയറി. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഞാൻ ഇത്രയും നേരമായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഞാൻ ഏത് അമ്പലത്തിലാണ് പോകുന്നതെന്ന്. നമ്മുടെ കേരളത്തിലെ പ്രശസ്തമായ ചോറ്റാനിക്കര അമ്പലത്തിലേക്കാണ് എൻ്റെ ഇന്നത്തെ യാത്ര. അങ്ങനെ ഞങ്ങൾ ചോറ്റാനിക്കര അമ്പലത്തിലെത്തി. ആദ്യം തന്നെ ചെരുപ്പൊക്കെ സൂക്ഷിക്കുന്ന കൗണ്ടറിൽ ചെന്ന് ഞങ്ങൾ ചെരുപ്പൊക്കെ സൂക്ഷിക്കാൻ കൊടുത്തു. അത് കഴിഞ്ഞ് അമ്പലത്തിനകത്തേക്ക് കയറുന്നതിൻ്റെ മുമ്പുള്ള കുറച്ച് കാഴ്ചകളാണ് ഇതൊക്കെ. ഞാൻ അമ്പലത്തിനുള്ളിലേക്ക് കയറാൻ പോകുവാണേ. ജഗദീശ്വരിയായ ആദിപരാശക്തിയാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ. ചോറ്റാനിക്കരമ്മ എന്നറിയപ്പെടുന്ന ഭഗവതിയെ മഹാലക്ഷ്മി ഭാവത്തിൽ മഹാവിഷ്ണുവിനോടൊപ്പമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഭദ്രകാളി സങ്കല്പത്തിലുള്ള മറ്റൊരു ക്ഷേത്രവും ഇവിടെയുണ്ട്. കേരളത്തിലെ 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചോറ്റാനിക്കര. ശബരിമലയും ഗുരുവായൂരും മാറ്റുകാലം കൊടുങ്ങല്ലൂരും കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭക്തർ ദർശനത്തിനെത്തുന്നത് ചോറ്റാനിക്കരയിലാണ്. തൊഴാൻ സമയമായപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. അങ്ങനെ ഒരുപാട് നേരം ക്യൂ നിന്ന് ദേവിയെ കണ്ടു തൊഴുതു. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദേവിയാണ് ചോറ്റാനിക്കരയമ്മ. ഭഗവതിയെ 3 രൂപങ്ങളായാണ് ക്ഷേത്രത്തിൽ ആരാധിക്കുന്നത്. രാവിലെ സരസ്വതി ദേവിയായും ഉച്ചയ്ക്ക് ഭദ്രകാളിയായും വൈകുന്നേരം ദുർഗാദേവിയുമായി ആരാധിക്കുന്നു. ഇനി നമുക്ക് കീഴ്ക്കാവിലമ്മയെ തൊഴാൻ പോകാം. പോകുന്ന വഴി നിറയെ സ്റ്റെപ്പുകളുണ്ടായിരുന്നു. എനിക്ക് സ്റ്റെപ്പുകളിൽ കയറി ഇറങ്ങാൻ നല്ല ഇഷ്ടമാണ്. പാവം എൻ്റെ അമ്മ എൻ്റെ ഒപ്പം എത്താനായിട്ട് വരുമായിരുന്നു. ഞാൻ പക്ഷേ സ്പീഡിൽ അങ്ങ് നടന്നു പോകും. പെട്ടെന്നൊരു വെടി പൊട്ടി എൻ്റെ കിളി പോയി ഗൈസ്. ചോറ്റാനിക്കര അമ്മയെ പറ്റി ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. അതിലൊന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമേ. ജഗദ്ഗുരു ശങ്കരാചാര്യരോടൊപ്പം കേരളത്തിലേക്ക് പുറപ്പെട്ട മൂകാംബിക ദേവി ഒരു കാര്യം മാത്രം ശങ്കരനോട് ആവശ്യപ്പെട്ടു. ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കരുത്, മുന്നോട്ട് നടന്നോളണം. എന്നാൽ കുറേ ദൂരം കഴിഞ്ഞപ്പോൾ ദേവിയുടെ കാൽച്ചിലമ്പിൻ്റെ ശബ്ദം കേൾക്കാതെയായി. ശങ്കരൻ തിരിഞ്ഞു നോക്കി. വാക്ക് തെറ്റിച്ചതിനാൽ താൻ ഇനി മുന്നോട്ടില്ല എന്ന് ദേവി അരുളി ചെയ്തു. എന്നാൽ ശങ്കരൻ്റെ അപേക്ഷ മാനിച്ച് നിത്യവും രാവിലെ ചോറ്റാനിക്കരയിൽ തൻ്റെ സാന്നിധ്യം ഉണ്ടാകും എന്ന് ഭഗവതി അനുഗ്രഹിച്ചു. ഇന്നും ആ വിശ്വാസം നിലനിൽക്കുന്നു. പശുവിനെ തീറ്റയ്ക്കായി പുല്ലരിയാൻ വന്ന ഒരു സ്ത്രീ അരിവാളിന് മൂർച്ച കൂട്ടാനായി ഒരു കല്ലിൽ തേച്ചപ്പോൾ അതിൽ നിന്നും രക്തമൊഴുകിയത്രേ. അത് കണ്ട് ഭയന്ന ആ സ്ത്രീ അലറി വിളിക്കുകയും സ്ഥലമുടമ അവിടെ എത്തിച്ചേരുകയും അത് ദേവീ ചൈതന്യമുള്ള ശിലയാണ് എന്ന് മനസ്സിലാക്കി വീട്ടിൽ ചെന്ന് കുറച്ച് മലര് എടുത്തുകൊണ്ടുവന്ന് ചിരട്ടയിൽ നേദിച്ചു എന്നുമാണ് ഐതിഹ്യം. പവിഴമല്ലിത്തറയിലാണ് ആദ്യം ശില ഉണ്ടായിരുന്നതെന്നും വസ്തുസംബന്ധമായി മറ്റൊരാൾ അവകാശം ഉന്നയിച്ചു എന്നും ആ രാത്രി തന്നെ സ്വയം ദേവി അവിടെ നിന്നും മാറിയിരുന്നു എന്നും വിശ്വസിക്കുന്നു. മേൽക്കാവ് ക്ഷേത്രം ഇങ്ങനെയാണ് ഉണ്ടായത്. ഇനിയും ചോറ്റാനിക്കര അമ്മയെ പറ്റി വിശേഷവും വിശ്വാസങ്ങളും എല്ലാം ഉണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.